മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ മാറുകില്ല വാക്കുമാറുകില്ല ഒരു നാളിലും കൈവിടില്ല. സുഭാഷിതം. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്നുത്തരം പറഞ്ഞു. ബട്ട് ഇഫ് നോട്ട്, ലെറ്റ് ഇറ്റ് ബി നോൺ ടു യു, ഓ കിങ്, that we do not serve your gods, nor will we worship the gold image which you have set up. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ ഈ 18-ാം വാക്യം വധിക്കുവാൻ ആജ്ഞ പുറപ്പെടുവിച്ച രാജാവിനോട് അടിമകളായി കഴിഞ്ഞിരുന്ന ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന 3 യഹൂദ ബാലന്മാർ ചേർന്ന് പറയുന്ന വാക്കുകളാണിത്. ഈ ബാലന്മാരുടെ ചങ്കൂറ്റത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബാബിലോൺ രാജ്യം ഭരിക്കുന്ന രാജാവിനോട് നേരിട്ട് ഈ വാക്കുകൾ പറയുവാനുള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? ഇതിന്റെ പശ്ചാത്തലം അല്പം കൂടെ വിശദമായി മനസ്സിലാക്കുവാൻ 15-ാം വാക്യം മുതൽ വായിക്കുന്നു. ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാകുന്ന ദേവൻ ആർ? ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. എത്ര വലിയ ഉറപ്പാണ് തങ്ങൾ സേവിക്കുന്ന ദൈവത്തിന്മേൽ അവർക്കുള്ളത്! ഒരുപക്ഷെ മരണം വരിക്കേണ്ടി വന്നാലും രാജാവിൻ്റെ ദൈവങ്ങളെ സേവിക്കുവാൻ അവർ തയ്യാറാകുകയില്ല എന്നുള്ള ദൃഢനിശ്ചയമാണ് വെളിപ്പെടുത്തിയത്. തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞ യഹൂദ ബാലന്മാരെ ദൈവം വിടുവിച്ച ചരിത്രം നമുക്ക് നന്നായി അറിയാം. ഭ്രമിച്ചുപോയ രാജാവ് പറയുന്ന വാക്കുകൾ 25-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അതിനവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. പ്രിയമുള്ളവരെ, ഈ ചരിത്രം നമ്മെ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രയാസകരമായ പരീക്ഷണ സമയങ്ങളിലൂടെ, ഒന്നുകൂടെ പറഞ്ഞാൽ തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നിശ്ചയമായി ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കും. എന്നാൽ യഹൂദ ബാലന്മാർക്കുണ്ടായിരുന്ന ഉറപ്പും വിശ്വാസവും നമുക്കുണ്ടായിരിക്കണം. അവർ ബാബിലോണിൽ അടിമകളായിരുന്നു. അവർ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചെങ്കിലും അവർ ദൈവത്തോട് വിശ്വസ്തരായിരുന്നു. ബാബിലോണിലെ ജനങ്ങളുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അവർ വീണുപോയില്ല. അവർ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് തങ്ങളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിലും അവരുടെ പ്രമാണം ത്യജിക്കുവാൻ തയ്യാറായില്ല. അവരുടെ വിശ്വാസത്തിന്മേലും തീരുമാനത്തിന്മേലും ദൈവം ഇറങ്ങി വന്നു. പ്രതികൂലങ്ങൾ വർദ്ധിക്കുകയാണ്. രാജാവ് കോപിഷ്ഠനാകുന്നു. അദ്ദേഹത്തിന്റെ മുഖഭാവം മാറുന്നു. തീച്ചൂളയുടെ ചൂട് 7 ഇരട്ടിയായി വർദ്ധിച്ചു. എറിയാൻ കൊണ്ടുപോകുന്നവർ ദഹിച്ചു വീഴുന്നു. എന്നിട്ടും സമർപ്പണത്തിന് യാതൊരു വ്യത്യാസവുമില്ല. മരണം മുഖാമുഖം കണ്ടുകൊണ്ട് തീച്ചൂളയിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ 4-മൻ പ്രത്യക്ഷനാകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. യാക്കോബ് 1:2 പറയുന്നു, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവീൻ. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന നമ്മെ കൈവിടാത്ത ഒരു ദൈവം, നമ്മുടെ ദൈവം വിശ്വസ്തനാകുന്നു. ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയാനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. കാവലിനായി തന്റെ
രക്ഷിച്ചിടും.